നമസ്കാരം. പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി നരേന്ദ്രമോദി ചെന്നപ്പോൾ മുതൽ ബംഗ്ലാദേശിൻ്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനുസ് ആവശ്യപ്പെട്ടത് അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം വേണമെന്നാണ്. എന്നാൽ ഈ അവസരമൊന്നും നൽകില്ല എന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച തായ്വാനിൽ നടന്നു. അതായത് ബംഗ്ലാദേശിൻ്റെ അഡ്വൈസർ എന്ന ചുമതല വഹിക്കുന്ന മുഹമ്മദ് യൂനുസും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഇതേക്കുറിച്ച് മിക്ക പത്രങ്ങളിലും വാർത്തയുണ്ട്. മനോരമയിലെ വാർത്ത, ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം അനാവശ്യ വിമർശനം ഒഴിവാക്കണമെന്ന് യൂനുസിനോട് മോദി ആവശ്യപ്പെട്ടു എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനുസിനെ അറിയിച്ചു. തായ്ലൻഡിലെ ബാങ്കോക്കിലെ ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കവെയായിരുന്നു ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയത്. ഇക്കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് മറ്റ് ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ ബിംസ്റ്റെക് ഉച്ചകോടി നടക്കുന്നതിന് ഏതാണ്ട് 3-4 ദിവസം മുമ്പ് ചൈനയിലേക്ക് ഈ മുഹമ്മദ് യൂനുസ് പോയിരുന്നു. അതായത് ഷീ ജിൻപിങ്ങും മുഹമ്മദ് യൂനുസും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ ചൈനയുടെ പിന്തുണ ബംഗ്ലാദേശിന് വൻതോതിൽ വേണമെന്ന് സ്വാഭാവികമായും ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഷേഖ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം പിന്നീട് അവിടെ നടന്ന പ്രവർത്തനങ്ങൾ, പിന്നീട് ആ രാജ്യം സാമ്പത്തികമായി അധപ്പതിച്ച അവസ്ഥ, ഇതിൽ നിന്നൊക്കെ കരകയറാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. അന്നു മുതൽ തന്നെ ഷേഖ് ഹസീന യുദ്ധക്കുറ്റവാളിയാണെന്നും ഇന്ത്യയിൽ നിന്ന് അവരെ വിട്ടുകൊടുക്കണമെന്നും മുഹമ്മദ് യൂനുസ് പലതവണ ആവശ്യപ്പെട്ടു. പക്ഷേ നരേന്ദ്രമോദി അത് ചെവിക്കൊണ്ടുമില്ല. പിന്നീടാണ് ഈ ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ ബീജിങ്ങിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് അയച്ചു കൊടുത്തിട്ടാണ് മുഹമ്മദ് യൂനുസിനെ ചൈനയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അവിടെ മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത് തങ്ങളുടെ രാജ്യത്തിന് നൽകിയ വായ്പ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം അതിൻ്റെ പലിശ നിരക്ക് 3-ൽ നിന്ന് 1-2% കുറയ്ക്കണമെന്നാണ്. ഇതുൾപ്പെടെ 8-9 കരാറുകളിലേക്ക് ചൈന കടക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ചൈനയിലെ ചില സ്വകാര്യ കമ്പനികൾ, അതുപോലെ ബാങ്ക് ഒക്കെ അവിടെ വൻതോതിൽ നിക്ഷേപം നടത്താമെന്ന് മുഹമ്മദ് യൂനുസിനെ അറിയിച്ചു. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ബംഗ്ലാദേശിനെ ഒരു വലിയ കടക്കെണിയിൽ ചാടിക്കുക, ഇതാണ് ചൈനയുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഈ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ചൈനയുടെ ഒരു സാമന്ത രാജ്യമൊക്കെ ആയിട്ട് ബംഗ്ലാദേശിന് പോകാം. അന്ന് മുഹമ്മദ് യൂനുസും ചില നിർദ്ദേശങ്ങൾ നൽകി. അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ 7 സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് ആണ്. ഇവയ്ക്ക് കടലുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഞങ്ങളാണ്. അപ്പം ബംഗാൾ ഉൾക്കടലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ സിലിഗുരി ഇടനാഴിക്ക് സമീപത്തേക്ക് വേണമെങ്കിൽ വൻ നിക്ഷേപങ്ങളൊക്കെ നടത്താം. ആകെ 22 കിലോമീറ്റർ വീതിയോ മറ്റോ അവിടെ ഉള്ളൂ. അപ്പോൾ അത്രയും സ്ഥലത്ത് ഈ ചൈനയുടെ സഹായത്തോടെ ബംഗ്ലാദേശ് ആധിപത്യം പുലർത്തിയാൽ ഇന്ത്യ വളരെയധികം ടെൻഷനായിപ്പോൾ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് ഈ ചർച്ചയിൽ നരേന്ദ്രമോദി ഉന്നയിച്ചു. അതായത് സമീപകാലത്തെ ചില പ്രസ്താവനകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷം സൃഷ്ടിക്കുകയും മേഖലയിലെ നേതാക്കളിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന ഈ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ സംസ്ഥാനങ്ങളിലേക്ക് സമുദ്രത്തിലേക്ക് എത്താൻ മാർഗമില്ലെന്നും അതുമൂലം നമുക്ക് മുതലെടുപ്പ് നടത്താമെന്നുമാണ് ചൈനയോട് മുഹമ്മദ് യൂനുസ് അറിയിച്ചത്. ബംഗ്ലാദേശിൻ്റെ ഈ പ്രസ്താവന അപമാനകരമാണെന്ന് അസം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മ അന്ന് തന്നെ പ്രതികരിച്ചിരുന്നു. വടക്കിഴക്കൻ മേഖലയെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കൂടുതൽ ശക്തമായ റോഡ് ശൃംഖലകൾ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ നിർമ്മിക്കും എന്നൊക്കെ അദ്ദേഹം സൂചന നൽകുകയും ചെയ്തു. അപ്പോൾ മുഹമ്മദ് യൂനുസിൻ്റെ ഈ നിലപാടുകൾ ശരിയല്ലെന്നും ഒരു സംഘർഷത്തിലേക്ക് ഇത് വഴിതിരിച്ചു വിടുമെന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട്. അപ്പം അതിർത്തി സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കണമെന്നും അനധികൃത കടന്നുകയറ്റം അല്ലെങ്കിൽ കുടിയേറ്റമൊക്കെ കർശനമായി പ്രതിരോധിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഹമ്മദ് യൂനുസിനോട് ആവശ്യപ്പെട്ടു. കാരണം അവിടെ പട്ടിണിയാണ്, അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും ബംഗാൾ വഴിയൊക്കെ ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള ആളുകളുടെ ശ്രമം കൂടി വരും. കാരണം ബംഗ്ലാദേശിന് നിലനിൽക്കാൻ കഴിയില്ല. എല്ലാ കാലത്തും പാകിസ്ഥാനെ പിന്തുണച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാമെന്നാണ് കരുതിയത്. എന്നാൽ മുഹമ്മദ് യൂനുസ് തന്നെ പറഞ്ഞു 1971 തങ്ങൾക്ക് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകാനൊക്കെ അവസരം നൽകിയത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയോടുള്ള നന്ദി കടപ്പാടൊന്നും മറക്കില്ല, ഇതൊക്കെ പറഞ്ഞിട്ടാണ്. മാത്രമല്ല നരേന്ദ്രമോദിക്ക് ഒരു ഫോട്ടോയും ഈ പറയുന്ന മുഹമ്മദ് യൂനുസ് സമ്മാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഒരു വലിയ പുരസ്കാരമൊക്കെ നൽകുന്നതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇന്ത്യയും അത്ര ഒരു പുരസ്കാരം നൽകിയത്. അതിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ടാണ് ഈ ഫോട്ടോ ഒക്കെ മോദിക്ക് നൽകിയത്. അപ്പം ഇന്ത്യ
ഇന്ത്യയും അതായത് പ്രത്യേകിച്ച് ന്യൂഡൽഹിയും ധാക്കയും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഒരു മഞ്ഞുരുക്കലിന് അവസരമൊരുക്കണം. ഇത് തന്നെയാണ് ഒരുപക്ഷെ മുഹമ്മദ് യൂനുസ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ത്യയുടെ തന്ത്രപരമായ ചിക്കൻ നെക്ക് ഇടനാഴിയുമായി ബന്ധപ്പെട്ട നിരന്തരമായ പ്രസ്താവനകൾ നടത്തിയത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും മാത്രമല്ല ചൈനയിലും അത് വലിയ ചർച്ചാ വിഷയമായി മാറി. അത് ഇന്ത്യ വളരെ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആഭ്യന്തര ഘടകങ്ങൾ പോലും വടക്കുകിഴക്കൻ മേഖലയെ പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് ഭൗതികമായി ഒറ്റപ്പെടുത്തുന്നതിന് ഈ നിർണായക പാത വിച്ഛേദിക്കാൻ ശ്രമിച്ചാൽ അത് അപകടമുണ്ടാക്കും. ഇതൊക്കെയാണ് നമ്മളുടെ നിലപാട്. അപ്പോൾ ചൈന ഏതെങ്കിലും രാജ്യത്തെ സാമ്പത്തികമായി സഹായിച്ചാൽ അത് പൂർണ്ണമായും അവരെ കടക്കണിയിലാക്കി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയാണ് ലക്ഷ്യം. ഇത് തന്നെയാണ് ശ്രീലങ്കയിൽ ചൈന പ്രയോഗിച്ച തന്ത്രം. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ പ്രയോഗിച്ച തന്ത്രം. പാകിസ്ഥാനിൽ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ നടത്തിയിരുന്നു. എന്നിട്ട് ഗ്വാദർ തുറമുഖത്തിൻ്റെ ഉൾപ്പെടെ നിയന്ത്രണം അവർ ഏർപ്പെടുത്തി. ഗ്വാദറിൽ മറ്റൊരു എയർപോർട്ട് നിർമ്മിച്ചു. പക്ഷേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവിടുത്തെ വിമോചന പോരാളികൾ ഈ ചൈനയ്ക്കെതിരെ നിലകൊണ്ടതോടുകൂടിയാണ് ചൈനയ്ക്ക് കൈപൊള്ളിയത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ബംഗ്ലാദേശിൽ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ സൂക്ഷ്മതയോടെയുള്ള ചില നീക്കങ്ങളാണ് ഷീ ജിൻപിങ്ങിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മുഹമ്മദ് യൂനുസിനെ തന്ത്രപരമായി കയ്യിൽ നിർത്തണം. പക്ഷേ ഇന്ത്യയിൽ പിണക്കാനും പറ്റില്ല. കാരണം ഇപ്പോൾ ഈ ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്ക, അതായത് ഡൊണാൾഡ് ട്രംപ് ചില നീക്കങ്ങൾ നടത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചൈനയാണ്. അങ്ങനെ ചൈനയെ ബാധിച്ചാൽ ഒരുപക്ഷെ അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനായിട്ട് മറ്റൊരു സ്ഥലം തേടേണ്ടി വരും. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം ഇന്ത്യ. അപ്പോൾ എക്കാലവും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിനൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കണമെന്നും ചൈനയുടെ പ്രൊഡക്ഷൻ വേണമെങ്കിൽ ഇന്ത്യയിൽ നടത്താമെന്നും ഒക്കെയുള്ള ഒരു നിലപാടിന് ഷീ ജിൻപിങ് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ ആവശ്യം തന്നെയാണ് മുഹമ്മദ് യൂനുസ് പറയുന്നത്. ബംഗ്ലാദേശിൽ താരതമ്യേന കുറഞ്ഞ സാലറി കൊടുത്താൽ മതി, അതുകൊണ്ട് അവിടെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് ചൈനയ്ക്ക് ഉപയോഗിക്കാം. ഇലക്ട്രോണിക് വെഹിക്കിളോ അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഡ്രസ്സോ ചിപ്പുകളോ ഒക്കെ നിർമ്മിക്കുന്ന ഫാക്ടറികൾ, കമ്പനികളൊക്കെ സ്ഥാപിക്കാമെന്നാണ് മുഹമ്മദ് യൂനുസ് വാഗ്ദാനം നൽകിയത്. പക്ഷേ അത് അപകടകരമാണെന്ന് ചൈന തിരിച്ചറിയുന്നുണ്ട്. കാരണം ഇപ്പം ഈ ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നമുക്കറിയാലോ, ബംഗാൾ ഉൾക്കടലിൻ്റെ ചുറ്റുമുള്ള 7 രാജ്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇപ്പം ശ്രീലങ്കയുണ്ട്, നേപ്പാളുണ്ട്, ഭൂട്ടാൻ, മ്യാൻമർ, അതുപോലെ പിന്നെ പാകിസ്ഥാനെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്, ബംഗ്ലാദേശുമുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം തന്നെ ഇന്ത്യയുടെ ഒരു അപ്രമാദിത്വം അംഗീകരിക്കേണ്ടി വരും. ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്താണ് ഈ ബിംസ്റ്റെക് ഉച്ചകോടി തന്നെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഒരു വൻ സാമ്പത്തിക സൈനിക ശക്തിയായി ഉയരുന്ന ഇന്ത്യൻ നിലപാടുകളെ അവർക്ക് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ സാർക്ക് പോലെയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വലിയ പ്രസക്തി ഇല്ലെന്നും ഇനി ബിംസ്റ്റെക്കിനാണ് പ്രസക്തിയെന്നും ഇന്ത്യ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിംസ്റ്റെക്ക് ഒരു വലിയ ശക്തിയായി ഉയർന്നു വരികയാണെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യയുമായുള്ള ബന്ധം നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ്. അതുതന്നെയാണ് മിക്ക പത്രങ്ങളിലും പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി മാധ്യമങ്ങളോട് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഷേഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഹമ്മദ് യൂനുസിനെ കാണുകയാണ്. കഴിഞ്ഞ ഡിസംബർ മുതൽ തുടർച്ചയായി ഇന്ത്യക്ക് കത്തയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിലാണ് ഇപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ്, ഇവരൊക്കെ കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അപ്പം ബംഗ്ലാദേശ് ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ശക്തമായി തിരിച്ചടി കിട്ടും. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വീണ്ടും ബംഗ്ലാദേശ് സമീപിക്കുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ മുഹമ്മദ് യൂനുസ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തൈവാനിൽ നടന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്കിടയിൽ ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് മുഹമ്മദ് യൂനുസ് അവസരം ചോദിച്ചത്. മാത്രമല്ല മുഹമ്മദ് യൂനുസും നരേന്ദ്രമോദിയും തമ്മിൽ പരസ്പരം കൈ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളും പ്രസിദ്ധീകരിച്ചു. ഈ ചിത്രം മുഹമ്മദ് യൂനുസ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. കാരണം ഇന്ത്യയുമായി ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ ബംഗ്ലാദേശിനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.